ഇന്നലത്തെ ഷോർട്സിന്റെ ബാക്കി വീഡിയോ ആണ് ഇത്. ഞാൻ വിചാരിച്ചു ആദ്യം ഇത് ഷോർട്സ് ആക്കിയിട്ട് തന്നെ ഇടാന്ന്. പിന്നെ എടുത്തു വെച്ച ക്ലിപ്സ് കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് കൊടുത്തിട്ട് ഇതൊരു ലോങ് വീഡിയോ ആക്കാന്ന്. അങ്ങനെ ചാമ്പക്കെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടേ കുറച്ചധികം ഉണ്ണിയപ്പത്തിന് ഓർഡറിലൊരു ദിവസമായിരുന്നു. കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു 1000-1300 ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിനി. അപ്പൊ രാവിലെ അമ്മ അതിൻ്റെ എല്ലാം തിരക്കിലായതുകൊണ്ട് ഞാൻ ഇടുന്നാന്ന് എൻ്റെ അടുത്ത് നിന്നാണ് ചായയും പലഹാരം ആക്കിയിട്ടുണ്ടായിനി, ദോശയും ചട്നിയും. അപ്പൊ അതിന് പാത്രം കുറെ വടിക്കാനുണ്ടായിനി, അതെല്ലാം ഒന്ന് വടിച്ചു വെച്ചു. ഓർഡർ ദിവസം അമ്മ രാവിലെ എടുക്കുന്ന പണി വിറക് വെക്കലാന്ന്. വിറകടുപ്പ് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വിറക് കൊത്തി കീറിയത് കാണാണ്ടിരിക്കുമ്പോൾ ടെൻഷനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറിന് പുറത്തന്നെ വെള്ളടുപ്പത്ത് വെച്ചിട്ട് അരി തീമിയിട്ടു. അപ്പൊ നമുക്കിന്ന് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ കറി വെക്കാൻ വേണ്ടിട്ട് കിട്ടിയിട്ടുണ്ട്. അമ്മമ്മ കൊടുത്തയച്ചാന്ന്. ഇനി വേഗം ഉച്ചത്തേക്കുള്ള ചോറും കറീൻ്റെ പരിപാടിയെല്ലാം നോക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. രാവിലെ കൂട്ടെല്ലാം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ വേഗം കറിക്കിലെ തേങ്ങയെല്ലാം ഒന്ന് ഒഴിച്ച് ചേരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഒന്ന് നോക്കിയത്. ഓരോരാളും ഓരോരോ പണി ഏറ്റെടുത്തോണ്ട് ഉച്ചത്തേക്കുള്ള പരിപാടി പെട്ടെന്ന് അങ്ങ് തീരും. രാവിലെ തന്നെ ചിക്കൻ പാർട്സെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനി. അത് കറിയാക്കണം. പിന്നെ പരിപ്പും ചക്കപ്പൂലും കൂടിയിട്ട് ചക്കപ്പൂതിലെച്ച ഇടിച്ചക്ക അതും കൂടിയിട്ട് നല്ലൊരു കറിയും ഉണ്ടാക്കുന്നുണ്ട്. അമ്മ ആ സമയം കൊണ്ട് ചക്കപ്പൂതലെല്ലാം വേഗം എനിക്ക് മുറിച്ച് തന്നു. ചക്കപ്പൂതലും പരിപ്പും സാമ്പാറെന്നും കൂടി നമ്മൾ പറയും. പുളി ചേർത്തിട്ട് അരക്കണം, നല്ല ടേസ്റ്റാണ്. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പുളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയാകുമ്പോഴത്തേക്കും പുറത്തടുപ്പത്ത് ചോറ് റെഡി ആയിട്ടുണ്ട്. തീ വെറുതെ പോന്നല്ലേ. ആ അടുപ്പത്ത് ലിവർ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയെന്നേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ലിവർ മാത്രമായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ എപ്പോൾ ആക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ഉണ്ടാക്കല് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ വേറൊരു ടേസ്റ്റും കൂടിയാണ്. കത്തുന്ന തീനെ നമ്മൾ വെറുതെ പാഴാക്കി കളയാണ്ട. ആ സമയം കൊണ്ട് ലിവർ ആണെന്ന് വേവട്ടെ. പുറത്ത് ഇങ്ങനെ ഒരു അടുപ്പിലത് എന്തുകൊണ്ടും നല്ല സുഖമാണ് കേട്ടോ. വേനൽക്കാലത്തെല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും പറക്കിയിട്ടിട്ട് കത്തിക്കുകയും ചെയ്യുക. അധികം വിറകും ചിലവാവൂല, നല്ല വേഗത്തിൽ എളുപ്പത്തിലാവും ചെയ്യും. ആ സമയം കൊണ്ട് അമ്മ ഇതാ നമ്മളെ ഉണ്ണിയപ്പത്തിനില്ലേ തേങ്ങ കൊത്ത് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ എല്ലാം പൂളി വെക്കുന്ന പരിപാടിയിലാണേ. അമ്മ ചക്കപ്പൂതെല്ലാം മുറിച്ച് കഴുകി വൃത്തിയാക്കി കുടച്ചിട്ടുണ്ട്. നമുക്ക് വേഗം പരിപ്പും ചക്കപ്പൂതലും കറിയാക്കാം. പരിപ്പ് ആദ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചക്കപ്പൂതലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 2 ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുക്കാതെ പൊടിച്ച മല്ലിപ്പൊടിയാണെങ്കിൽ ചട്ടിയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കണം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചൂടാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന്റെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിലേക്ക് വേണ്ടത് ആവശ്യത്തിലെ ഉപ്പും പിന്നെ വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടിയാണ്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ചിട്ട് 3 വിസിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം തന്നെ നമ്മളെ കറീൻ്റെ പകുതി പരിപാടി കഴിയും. ഇനി നമുക്ക് ഒരു പടിയും കൂടി ഉണ്ട്. അത്രേ നേരത്തെ ലിവർ മാത്രമല്ലേ വേവിച്ചിട്ടു. പിന്നെ ഇതാ ഈ സാധനം ഞാനിങ്ങനെ റബ്ബർ പോലത്തെ സാധനം എന്നാ പറയല്. പിന്നെ ആ വാഴക്കൂമ്പ് പോലെ ഇരിക്കുന്ന സാധനം അത് രണ്ടും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുക്കറിലാണ് വേവിക്കല്. അത്യാവശ്യം വേവില്ലതുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളമൊന്നും ചേർക്കണമെന്നില്ല, ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു നെയ്യിൽ തന്നെ അത് വെന്തോളും. പിന്നെ 2 കുക്കർ ഒരേ സമയം 2 അടുപ്പത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വിസിൽ അടിക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏതാണ് അടിക്കുന്നതെന്ന് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. 2-3 വിസിലാണ് അടിക്കേണ്ടത് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ചധികം ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയും കൂടി വരുന്നുണ്ട് കേട്ടോ. സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മമ്മേന്റെ ആ ഒരു പ്രസൻസ് മതി, അതന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിക്കൻ പാർട്സ് വെന്ത് വരുമ്പോഴത്തേനും അത് വരട്ടാൻ വേണ്ടുന്ന ആവശ്യമില്ല സാധനങ്ങളെല്ലാം മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു ഭാഗത്ത് നിന്ന് ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം അരിയുമ്പം അമ്മ ഒരു കഷ്ണം ബീട്രൂട്ട് ഉണ്ടായിനി, അത് മുറിക്കാനുള്ള പരിപാടി നോക്കിയെന്ന്. പാർട്സിന്റെ സംഭവം കുക്കറിൽ വെച്ചത് പെട്ടെന്ന് വിസിലടിച്ചിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡാലിയത്തിന്റെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അമ്മയാണെങ്കിൽ 1 മിനിറ്റ് അടങ്ങിയിരിക്കൂല. അതിന്റെ ഇടയ്ക്ക് ഇതാ പോയിട്ട് താളിന്റെ കിഴങ്ങ് അതായത് ചേമ്പില്ലേ അത് കളിച്ചോണ്ട് വന്നിട്ട് വൈകുന്നേരത്ത് നമുക്ക് ചായക്ക് തിന്നാന്ന് പറഞ്ഞിട്ട് അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കന്നാസിന് നേരെ കുത്തനെ പിടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരിച്ചെടുക്കുമ്പം ഒലിച്ചിറങ്ങുന്ന കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിനി ചെരിച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞാലും അറിയില്ലാന്ന്. സത്യം തന്നെ കേട്ടോ. ചെരിച്ചിട്ട് വയ്ക്കുമ്പോൾ കന്നാസിന് അങ്ങനെ വെളിച്ചെണ്ണ മറിയുന്നേ ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നമുക്ക് വേഗം പാർട്സ് റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടില്ല കേട്ടോ. പറഞ്ഞ് നമ്മളെ സമയം അതിക്രമിക്കാറായി, ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് അധികം വാടാനൊന്നും നിൽക്കണ്ട. വേഗം അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചതച്ചതും കൂടി വേഗം ചേർത്ത് കൊടുക്കാം.
ഇനി ഇഞ്ചിയും പച്ചമുളകിന്റെ പച്ചമണെല്ലാം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടാ. ഇനി നമ്മയിലേക്ക് അരവെല്ലാം ചേർത്തിട്ട് വേവിച്ച് വെച്ച പാർട്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുമ്പം ഉള്ളിയും തക്കാളിയെല്ലാം വെന്ത് നല്ല സെറ്റായി കിട്ടും. ഇനി നമുക്ക് വേണ്ടുന്ന മസാലയെല്ലാം ചേർത്ത് കൊടുക്കുക. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി, ചിക്കൻ മസാല ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി പാർട്സിന് കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് മുളക് പൊടിയില്ലേ, പറങ്കിപ്പൊടി, അതിൻ്റെ അളവ് കുറച്ച് കുറക്കണം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പൊടികളെ പച്ചമണെല്ലാം മാറി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പാർട്സിൻ്റെ ആ ഒരു വെള്ളമില്ലേ, നമ്മൾ ഒരു തുള്ളി നനച്ചു കൊടുത്തതല്ലേ എല്ലു, അതിന് ഇതുപോലെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതൽ വെള്ളം വെക്കണ്ടെന്ന്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുറുകി വരണം. കുറുകി വന്നതിന് ശേഷം മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് വേവിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനം കൂടി ചേർക്കാനുണ്ട്. അത്ര ലിവർ നമ്മൾ നേരത്തെ പുറത്തടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ലിവർ വേവിച്ച വെള്ളം എടുക്കുകയില്ല കേട്ടാ, ലിവർ മാത്രം അതിന് കോരി എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അമ്മ കടുവും കറിവേപ്പിലും പച്ചമുളകെല്ലാം വറുത്തിട്ട് നമ്മളെ ബീട്രൂട്ടില്ലേ നേരത്തെ അമ്മ അരിഞ്ഞു വെച്ചേ അത് വറുക്കാനുള്ള പരിപാടി നോക്കിയെന്നേ. ചില ദിവസം ഓർഡർ ദിവസം തട്ടിക്കൂട്ട് കറികളായിരിക്കും, ചില ദിവസം ഇതുപോലെ ലാവിഷായിട്ട് ഉണ്ടാക്കും. ആ സമയം കൊണ്ട് നമ്മളെ അമ്മമ്മയുടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിനി കേട്ടാ. അമ്മമ്മ നമ്മളെ പാചകം കലാപരിപാടികളെല്ലാം കണ്ടിട്ട് ജോറ് തന്നെ ജഗ പുക തന്നെ ഉണ്ടെന്ന് പറയുന്നേ. ഇനി ഒരു ഭാഗത്തുനിന്ന് ഞാൻ കുക്ക് ചെയ്യുന്നു, ഒരു ഭാഗത്തുനിന്ന് അമ്മ കുക്ക് ചെയ്യുന്നു, എല്ലാം കണ്ടിട്ട് ഒരു സദ്യന്റെ വട്ടന ഉണ്ടാക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു കേട്ടാ അമ്മമ്മ. അവസാനം ഞാൻ അമ്മേനെ കൊണ്ട് ടേസ്റ്റ് നോയിപ്പിക്കുന്നു. അമ്മ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടാ. അമ്മമ്മയോട് പറയുന്നുണ്ട് ലിജിയുടെ പാചകം ചെയ്ത് തകർക്കേന്ന്. പിന്നെ ഇന്ന് സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം വരട്ടി എടുക്കുന്നില്ല കേട്ടാ. കുറേ സമയം ഇങ്ങനെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തായില്ലേ നല്ല കറുത്ത കളർ വരും, നല്ല ഫ്രൈ പോലെ ആവും കേട്ടാ. അതിനൊന്നും നമുക്ക് നേരമില്ല. പിന്നെ നമ്മളെ പരിപ്പും ചക്കപ്പൂതിലേക്ക് അമ്മ തേങ്ങയെല്ലാം ചേർത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുകും പച്ചമുളകും കറിവേപ്പിലും കൂടി വറുത്തിടുന്നേ. അമ്മമ്മ ചക്കപ്പൂതൽ ഇന്നലെ അമ്മേന്റെ കയ്യിൽ കൊടുത്തു വെച്ച് തന്നെ ഇന്ന് വരുമ്പം കറിയായി കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ്. അങ്ങനെ അമ്മമ്മ വരുമ്പോഴത്തേനും നമ്മ അടിപൊളി നല്ല പരിപ്പും ചക്കപ്പൂതലും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മമ്മ പറയുന്നു ചക്കപ്പൂതൽ കിട്ടാൻ വെറിയായിട്ടാന്ന് കൊടുത്തു വിട്ടിനീന്ന്. അമ്മമ്മ വന്നാടും വിശക്കുന്നതെന്ന് പറഞ്ഞേരം അമ്മ താളം കിഴങ്ങ് ആക്കിയിട്ടുണ്ടായിട്ടേ അത് വെന്തിട്ടുണ്ടായിനി. വേഗം 2-3 എടുത്തിട്ട് അമ്മമ്മക്ക് കൊടുത്തു. ഇനി ഇത് കിട്ടിയാൽ പിന്നെ അമ്മമ്മ ചോറ് കഴിക്കൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു അമ്മമ്മേ ഒരു പീസ് തിന്നാൽ മതി, പിന്നെ നിങ്ങൾ ചോറ് കഴിക്കൂലെന്ന്. അങ്ങനെ നമ്മ എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ പരിപാടിയെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും വേം വന്നോ നമുക്ക് ചോറ് കഴിക്കാന്ന് പറയുന്നത്. ഞാൻ ആദ്യം അമ്മമ്മക്ക് ഞാൻ വേഗം ചോറ് വിളമ്പി കൊടുത്തു. പിന്നെ കറിയെല്ലാം നമ്മളെ ലേഗൂസ് എല്ലാവർക്കും വിളമ്പി തന്നു. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കേട്ടാ ചോറ് കഴിച്ചത്. നമ്മളെ അതിക്കുട്ടനും ലോകൂട്ടനും സ്കൂളിൽ പോയിട്ടായില്ലേ, അതുകൊണ്ടാണ് കേട്ടാ അവരെ വീഡിയോയിൽ കാണാത്തത്. അങ്ങനെ നമ്മളെ പരിപ്പും ചക്കപ്പൂതലും കറിയും ബീട്രൂട്ട് വറവും ചിക്കൻ പാർട്സും എല്ലാം കൂട്ടിയിട്ട് നമ്മ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചോറ് കഴിച്ചു. ചോറ് കഴിച്ച് കഴിയലും പിന്നെ നമ്മ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ലാസ്റ്റ് നെയ്യിൽ വറുത്തിടാനുണ്ടായിനി, അതും കൂടി റെഡിയാക്കിയതാ അമ്മ വേഗം ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിന് ഓർഡറിലൊരു ദിവസത്തെ നമ്മളെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കല്ലേ.